ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് ഷോപ്പിൽ കിട്ടുന്ന അതേ രീതിയിൽ എങ്ങനെ വളരെ ഈസിയായി നമ്മുടെ വീട്ടിൽ കാപ്പിച്ചീനോ ഉണ്ടാക്കാമെന്നാണ്. കോഫി പൗഡറും പഞ്ചസാരയും മിൽക്കും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായി നമ്മുടെ വീട്ടിൽ തന്നെ ഇനി കാപ്പിച്ചീനോ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി ഞാൻ എടുത്തേക്കുന്ന ഒരു മഗ്ഗാണ്. മഗ്ഗിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഓരോരുടെ ഇഷ്ടത്തിന് വേണം ഷുഗർ ഇടാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. 1 മഗ് കാപ്പിച്ചീനോയ്ക്കാണ് ഈ കണക്ക്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച 2 ടീസ്പൂൺ വെള്ളം. അതിനുശേഷം നമുക്കൊന്നത് മിക്സ് ചെയ്ത് നോക്കാം. വെള്ളം കറക്റ്റാണ്. അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ട് നമ്മുടെ കയ്യിലുള്ള സ്പൂൺ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കോഫിയുടെ നമ്മൾ ആദ്യം ഇട്ട ആ കളർ മാറി വരും. നമ്മുടെ കോഫി നല്ലൊരു ക്രീമി രൂപത്തിലായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇട്ടതിൻ്റെ കളർ ഉണ്ട് ചേഞ്ച് ആയത്. നമ്മൾ ഇട്ടപ്പോൾ നല്ല ഡാർക്ക് കളറായത്. ഇത് കണക്ക് കുറച്ച് നേരം കൂടെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കാപ്പിച്ചീനോ കുടിക്കാൻ തോന്നുമ്പോൾ ഇനി നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ ഇല്ലെന്നുള്ള വിഷമമൊന്നും വേണ്ട. നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ല കാപ്പിച്ചീനോ വീട്ടിൽ തയ്യാറാക്കാം. ഇതൊരു ക്രീമി രൂപത്തിലായി നമ്മുടെ കോഫി. സൂപ്പറായിട്ടുണ്ട്. കളർ മാറിയത് നമ്മൾ ഇട്ടപ്പോൾ ഉള്ള കോഫിയുടെ കളർ എന്തായിരുന്നു ഇപ്പം കണ്ട. നല്ലൊരു ബീറ്റ് ചെയ്ത് നിന്നിട്ട് ഇതാണ് നമ്മളെ കാപ്പിച്ചീനോയുടെ പരിവം. അപ്പോൾ നമ്മുടെ കാപ്പിച്ചീനോയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തിളച്ച പാലൊഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പർ കാപ്പിച്ചീനോ റെഡിയായി. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഷോപ്പുകളിൽ കിട്ടുന്ന അതേപോലത്തുള്ള കാപ്പിച്ചീനോ ഹാൻഡ് ബ്ലെൻഡറോ നമ്മുടെ മിക്സിയോ ഒന്നും വേണ്ട. നമുക്ക് വളരെ ഈസിയായി നമ്മളെ കൈകൊണ്ട് തന്നെ തയ്യാറാക്കാം. അപ്പം ഇനി എല്ലാവരും അടുത്ത തവണ ഇനി കോഫി ഉണ്ടാക്കുമ്പോൾ ഉറപ്പായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്, ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ ഇതുപോലുള്ള റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.